പ്രൈസ് ലോർഡ്. ഇന്ന് നമ്മൾ നെഹമ്യ ചാപ്റ്റർ 6 മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരത്തിലേക്ക് വചനങ്ങളെ സമർപ്പിക്കുന്നു. ഹൃദയങ്ങളെ തുറക്കണമേ. അപ്പച്ചൻ്റെ ദയാൽ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ ചാപ്റ്റർ 5 നമ്മൾ കണ്ടായിരുന്നു നെഹമ്യ എങ്ങനെ ആ ഗോഡ്ലി വിസ്ഡം കൊണ്ട് ആ ഇൻറ്റർണൽ കോൺഫ്ലിക്ട്സ് ഒക്കെ സോൾവ് ചെയ്യുകയും പിന്നെ ചാപ്റ്റർ 5 തീരുന്നത് ഒരു പ്രെയറും കൊണ്ടായിരുന്നു ദൈവത്തിൻ്റെ ഫേവറിന് വേണ്ടി. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുകയാണ്. ഇൻറ്റർണൽ പ്രോബ്ലം സോൾവ് ആയപ്പോഴത്തേക്ക് പിന്നെ എക്സ്റ്റേണൽ ചാലഞ്ചസ് വരാൻ തുടങ്ങി. അതാണ് നമ്മൾ ചാപ്റ്റർ 6 കാണുന്നത്. സൻബലത്തും തോബിയായും അറബായ ഗേഷാമും അവരുടെ മറ്റ് എനിമീസും അവർക്കൊക്കെ മനസ്സിലായി ഈ വോളൊക്കെ റീബിൽഡ് ചെയ്ത് കഴിഞ്ഞു, അവിടെ ഒരു ഗ്യാപ്പ് ഇല്ലെന്ന് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോർ വെക്കാൻ മാത്രം ബാക്കിയായിരുന്നു. അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവരോട് സൻബല്ലത്തും ഗേഷാമും നെഹമ്യയ്ക്ക് ഒരു മെസ്സേജ് ഇടുന്നുണ്ട്. നമുക്ക് ഒന്നിച്ച് കൂടി അവരുടെ കൂടി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നൊരു പ്ലാൻ പറയുന്നുണ്ട്. പക്ഷേ അവിടെ നമുക്കെന്ന് അവരതൊരു പുതിയൊരു പ്ലാൻ, അവരുടെ ഒരു അജണ്ട വേറെയായിരുന്നു. ആ റീബിൽഡിങ് പ്രോസസ്സിനെ അവിടെ നിർത്തണമെന്നായിരുന്നു അവർക്ക് മനസ്സിലായത്. അവർ സ്ട്രോങ്ങും ഇൻഫ്ലുവൻഷ്യൽ ആളുകളാണ്. പക്ഷേ അവർ മറന്നുപോയ ഒരു കാര്യമുണ്ട്. കാരണം 4:20 പറയുന്നുണ്ട്, 4:20 അവർ ഗോഡ് വിൽ ഫൈറ്റ് ഫോർ അസ്. അതുപോലെ നമ്മൾ 2:20 കണ്ടായിരുന്നു, ദ ഗോഡ് ഓഫ് ഹെവൻ വിൽ ഗിവ് എസ് സക്സസ്. ആ കാര്യങ്ങൾ അവർ മറന്നുപോയി. അവരോർത്തു ഇവരെയും കൊണ്ട് ഇനി ഒന്നും കാര്യങ്ങളും നടക്കാൻ സാധ്യമല്ലെന്ന്. അങ്ങനെ അവരുടെ സ്ട്രാറ്റജി ഫെയിലായപ്പോൾ നെഹമ്യയുടെ റെപ്യൂട്ടേഷൻ, യഹൂദന്മാരുടെ മുമ്പിൽ റെപ്യൂട്ടേഷൻ ഫെയിലാക്കാനായിട്ട് അവർ നോക്കി. അവരൊരു പ്ലോട്ട് ഇട്ടു, അല്ലെങ്കിൽ ഒരു ട്രാപ്പ് ഇട്ടു നെഹമ്യയെ അതിലോട്ട്, ആ കുരുക്കിലോട്ട് ആക്കാനായിട്ട്. അവർ കമ്മെന്ന് വിളിക്കുന്നുണ്ട്. ആ ചിലപ്പോൾ ഇതൊരു വലിയൊരു ഡേഞ്ചറസ് വേർഡാണ്. എല്ലാവരും നമ്മളെ വിളിക്കുമ്പോൾ അത് സ്നേഹത്തോടെ അല്ലെങ്കിൽ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു പീസ് ഇൻവിറ്റേഷനാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം ശത്രുവും എപ്പോഴും നമ്മളെ മാടി വിളിക്കുന്നത് എന്തിനാ? നമ്മളെ അവിടെ കുടുക്കിലാക്കാൻ. അത് നമ്മളെപ്പോഴും വി ഷുഡ് ബി ഓൺ യുവർ ഗാർഡ്. നമ്മളെപ്പോഴും നമ്മളെ തന്നെ ഗാർഡ് ചെയ്യണം. നമ്മുടെ കണ്ണുകൾ എപ്പോഴും തുറന്നിരിക്കണം, ആത്മീയ കണ്ണുകൾ തുറന്നിരിക്കണം. ഈ ലെസണിൽ ഒത്തിരി സ്പിരിറ്റ് ഓഫ് ഡിസേൺമെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ സാറ്റൻ്റെ ടാക്ടിക്സ് എന്തോ ഒരു ഫ്ലാറ്ററി, ഭയങ്കര സ്നേഹം, മധുരവാക്ക് പറഞ്ഞ് നമ്മളെ ആ കുരുക്കിലേക്ക് ആക്കാനായിട്ട് നോക്കും. അതുകൊണ്ടാണ് നമുക്ക് സ്പിരിറ്റ് ഓഫ് ഡിസേൺമെൻറ്റ് ആവശ്യമുള്ളത്. ഇവിടെ നമുക്കറിയാം 4 പ്രാവശ്യം അവർ സെയിം മെസ്സേജ് അയച്ചു. പക്ഷെ 4 പ്രാവശ്യവും നെഹമ്യയുടെ ആ സെയിം ആൻസറാണ്. നെഹമ്യ അവിടെ പറയുന്നുണ്ട്, 6:3 പറയുന്നുണ്ട്, നെഹമ്യയുടെ ആ ഡെഡിക്കേഷൻ, ആ പണിയോടുള്ള ഡെഡിക്കേഷൻ, ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല, ഫുൾ ഫോക്കസ് ആ ദൈവം ഏൽപ്പിച്ച വേലയ്ക്ക് വേണ്ടിയായിരുന്നു. കാരണം നെഹമ്യ ഒരു പെർസിസ്റ്റൻറ്റ് വർക്കറായിരുന്നു. അവിടെ നെഹമ്യ ഒരു പേടിച്ചു. ഹി വാസ് നോട്ട് എ കോവേർഡ്. ഒരു ഭയവുമില്ലായിരുന്നു. അവരെന്തൊക്കെ പറഞ്ഞാൽ അവരെ ഭയമില്ലായിരുന്നു. കാരണം നെഹമ്യയ്ക്ക് അറിയാമായിരുന്നു ഗോഡ് വാസ് വിത്ത് ഹിം, ബിക്കോസ് ഗോഡ് ഹാഡ് ഗിവൻ ഹിം എ പീസ്ഫുൾ മൈൻഡ്. എല്ലാം കാര്യമായിട്ട് ചെയ്യാനായിട്ട് ഒരു ഭയത്തിൻ്റെ ആത്മാവിനെ അല്ലായിരുന്നു അവിടെ കൊടുത്തത്. പിന്നെ ഒരു സെക്കൻഡ് പ്ലോട്ട് വേറെ പ്ലോട്ട് അവിടെ ഇടുന്ന എന്തോ, വേറെ പ്ലാൻ അവരിടുന്ന എന്തോ നെഹമ്യയെ അവിടെ പേടിപ്പിച്ച് ഒരു ഭയം ഉള്ളിൽ കൊണ്ടുവന്നേച്ച് ആ വർക്കിൽ നിന്ന് മാറ്റാനായിട്ട്. അതൊരു ത്രെറ്റായിരുന്നു, ഒരു സ്ലാൻഡർ, കള്ളം പറയുമായിരുന്നു, ഫോൾസ് അക്യൂസേഷനായിരുന്നു. ചാപ്റ്റർ 5 നമുക്കറിയാം, ആ നെഹമ്യയുടെ അറിയാം നമ്മളൊരു നേച്ചർ ചാപ്റ്റർ 5 കണ്ടു. ഹി വാസ് എ മാൻ ഓഫ് ഇൻറ്റിഗ്രിറ്റി. ആ സ്വന്തമായിട്ട് ഗവർണറിന് കിട്ടേണ്ട അതൊന്നും എടുക്കാതെ അതെല്ലാം സെൽഫ് സാക്രിഫൈസ് ചെയ്ത ഒരാളെ ഇപ്പോൾ അവിടെ അവർ കുറ്റം വിധിക്കുകയാണ്. എന്തോ അവർ കുറ്റം വിധിക്കുന്നത് അതിൻ്റെ 6:5 അവിടെ 6:5 താഴോട്ടൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ കേട്ടു നീ രാജാവാകാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ നീ പ്രവാചകന്മാരെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് അവരെ അറിയിക്കാനായിട്ട്. യഹൂദയിൽ ഒരു രാജാവുണ്ടെന്ന്, അതിനി രാജാവ് അറിയുമ്പോഴത്തേക്ക് നിനക്ക് ഇനി സംഭവിക്കാനുള്ള നിനക്കറിയാമല്ലോ, അതുകൊണ്ട് നമുക്കൊന്നിച്ച് അതൊന്ന് ഒത്തുതീർപ്പാക്കാം എന്നവിടെ പറയുന്നുണ്ട്. പക്ഷേ നെഹമ്യ ഒരു സ്പിരിറ്റ് ഓഫ് ഡിസേൺമെൻറ്റ് ഉള്ളതുകൊണ്ട് ആ ഫ്രണ്ടിനെ എനിമിയെ തിരിച്ചറിയാനുള്ളൊരു ഒരു വലിയൊരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം ആ ഒരു കോംപ്രമൈസിനൊന്നും പോവാതെ നെഹമ്യയുടെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി. അങ്ങനെ ഈ 2 പ്ലാനും ശത്രുക്കളുടെ അത് ഫെയിലായിപ്പോയപ്പോൾ പിന്നെ അവർ വശീകരിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കി, അവരെങ്ങനെ ല്യൂർ ചെയ്യുന്നത് നെഹമ്യയോട് പറയുന്നുണ്ട്. വി വിൽ മീറ്റ് 6:10 പറയുന്നുണ്ട്, നമ്മൾ ഹൗസ് ഓഫ് ദ ഗോഡ് അല്ലെങ്കിൽ ടെമ്പിളിൻ്റെ അകത്ത് പോയി അവിടെ പോയി നമുക്ക് സംസാരിക്കാം. കാരണം നിന്നെ കൊല്ലാൻ വരുന്നുണ്ട്, നീ അവിടെ പോയി അഭയം പ്രാപിക്കാം. അങ്ങനെ ഒരു ഫോൾസ് പ്രോഫിറ്റിനെ ഷെമയ്യയെ അവരവിടെ വെക്കുന്നുണ്ട്. ആ ഷെമയ്യ ഒരു ഫോൾസ് റെവലേഷൻ ദൈവത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്.
ഇതും കൂടെ നമുക്ക് മനസ്സിലാക്കുക, നമ്മളെല്ലാ പ്രവാചകന്മാരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവർ ദൈവത്തിൻ്റെ വാക്കുകളായിരിക്കും പറയുന്നത്. ദൈവത്തിൻ്റെ ആലയം എന്ന് പറഞ്ഞ് റിലീജിയസ് പർപ്പസൊക്കെ കാണിക്കും. പക്ഷേ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കാണിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാവും അല്ലേ? ആ ബെറിയലുള്ള ആളുകൾ എങ്ങനെയായിരുന്നു? അവരേത് വചനം കേട്ടാലും അത് ശരിയാണെന്ന് അവർ വീട്ടിൽ ചെന്ന് അതിനെക്കുറിച്ച് ഒന്നുകൂടും പരിശോധിക്കുമായിരുന്നു, അത് വായിക്കുമായിരുന്നു. അതുപോലെ നമുക്കും എന്തുമല്ല ആരിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് വചനപ്രകാരമാണോ, അത് നമ്മുടെ ആത്മീയ കാര്യത്തിൽ അത് തകർച്ച വരുന്നതെന്നോ നമ്മൾ നോക്കണമെന്ന് ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നു. അന്നേരം ഇവർ നെഹമ്യായ്ക്ക് അറിയാമായിരുന്നു ആ ടെമ്പിളിൻ്റെ അകത്ത് ആ പ്രീസ്റ്റിന് മാത്രമേ, പുരോഹിതന്മാർക്ക് മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളായിരുന്നു. അവിടെ നെഹമ്യ കയറിക്കഴിഞ്ഞാൽ അവിടെ സിന്നാവുമെന്നറിയാം. അതുകൊണ്ട് അന്നേരം നെഹമ്യായ്ക്ക് അവിടെ ഉടനെ ഒരു ബോധ്യം തെളിഞ്ഞു. അന്നേരം അവിടെ നെഹമ്യ പറയുന്നത് എന്തുവാ, അവിടെ ഒരു ഡിവൈൻ ഒരു ഹെൽപ്പ് ദൈവത്തിൽ നിന്ന് കിട്ടിയ ആ അക്യൂസേഷനെ എല്ലാം ഓപ്പൺലി ഡിനൈ ചെയ്തു. കാരണം ആ ദൈവത്തിൻ്റെ കരം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ചാപ്റ്റർ 6-9 ലാസ്റ്റ് പാർട്ടി പറയുന്നുണ്ട്, ബട്ട് ഐ പ്രേഡ് നൗ സ്ട്രെങ്തൻ മൈ ഹാൻഡ്സ്. ഈ പ്രാർത്ഥന ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ കരങ്ങൾ ചില സമയത്ത് വീക്കായിപ്പോവും. കാരണം നമ്മുടെ എനിമീസിനെ നമ്മൾ ഒത്തിരി അങ്ങ് സ്ട്രോങ് ആയിട്ട് ചിലപ്പം കരുതിപ്പോവും. നമ്മുടെ പ്രോബ്ലംസിനെ സ്ട്രോങ് ആയിട്ട് നമ്മളങ്ങ് കാണും. അന്നേരം നമ്മുടെ ഹാൻഡ് വീക്കായിരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു ലൈൻ്റെ പ്രാർത്ഥന, ലോർഡ് സ്ട്രെങ്തൻ മൈ ഹാൻഡ്സ്, സ്ട്രെങ്തൻ മൈ നീസ്, അങ്ങനെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്ട്രെങ്തൻ മീ ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ദ സ്ട്രെങ്ത്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ അത് നമ്മൾ കൺഫ്യസ് ചെയ്യണം, നമ്മുടെ വാങ്ങുണ്ടെങ്കിൽ പറയണം. ഇവിടെ എന്തൊരു കോൺട്രാസ്റ്റ് നമ്മൾ കാണുന്നത്. കാരണം അവർ വിചാരിച്ച് അവർ ഭയങ്കര ശക്തരാണ്, പക്ഷെ അവരറിയുന്നില്ല ഒരു മൈറ്റി ഗോഡിൻ്റെ ആളുകളാണ് ഇവർ. അത് അവർക്ക് അറിയുന്നില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് നമ്മൾ പിന്നെ നോക്കുമ്പോൾ നമ്മൾ എന്തോ കാണുന്നത്, ഈ ഒരു ഗുഡ് ന്യൂസ് അവിടെ നമ്മൾ 6:15 കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മുമ്പ് നമുക്കറിയാം 6:16 അവർ ഒരു കള്ളപ്രവാചനെയൊക്കെ വിട്ടു. നെഹമ്യ ടെമ്പിളിൻ്റെ അകത്തോട്ട് പോയില്ല. കാരണം അവരെല്ലാം പേടിപ്പിക്കാനാണ് നോക്കിയത് അന്ന്. പക്ഷേ 14 ഒരു പ്രാർത്ഥന കൂടെ നെഹമ്യ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓ മൈ ഗോഡ്, ബിക്കോസ് ഓഫ് വാട്ട് ദേ ഹാവ് ഡൺ, റിമെമ്പർ ഓൾസോ ദ പ്രോഫറ്റസ് നോഡിയ ആൻഡ് ദ റെസ്റ്റ് of the prophets who have been trying to intimidate me. എന്നെ പേടിപ്പിക്കാൻ അവർ സൻബലത്തൊക്കെ അയച്ച് പ്രവാചകന്മാരെയൊക്കെ, കർത്താവെ ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ റിവെഞ്ച് എടുക്കാൻ പോകുന്നില്ല, നിൻ്റെ കരത്തിലേക്ക്, നിൻ്റെ ആ റൈച്ചസ് ജഡ്ജ്മെൻറ്റിന് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കുവാന്ന് അവിടെ പറഞ്ഞ് അവിടെ ദൈവനാമം മഹത്വപ്പെടുത്തേണ്ടതിന് അവിടെ ഒരു കാരണമായി. പിന്നെ നമ്മൾ 6:15 തൊട്ട് കാണുന്നത് എന്തോ, ദ കംപ്ലീഷൻ ഓഫ് ദ വാൾ. അതാണ് ഏറ്റവും വലിയൊരു നമ്മുടെ ഈ ചാപ്റ്റർ തന്നെ. നമ്മൾ ഈ നെഹമ്യ പഠിക്കുമ്പോൾ തന്നെ ദ റീബിൽഡിങ് ഓഫ് ദ വാൾ, അത് 100 വർഷം അത് റൂയിൻസായിട്ട് അല്ലെ പൊട്ടിപ്പഴിഞ്ഞ് കിടന്ന്, ആ 100 വർഷത്തിൽ കൂടുതൽ കിടന്ന് 52 ഡേയ്സ്, അതൊരു എങ്ങനെ പറയണ്ടേ, അതൊരു കുറച്ച് ദിവസം കൊണ്ട്, അതെന്താ അവർ കുറച്ച് 52 ഡേയ്സും കൊണ്ട് മാത്രം തീർക്കാൻ പറ്റിയ. കാരണം അവരുടെ ഏറ്റവും വലിയ ബിൽഡർ ആരായിരുന്നു? ദൈവം അവരുടെ കൂടെ നിന്ന്, ദൈവമാണ് അവരുടെ കൂടെ ബിൽഡിങ്ങിന് അവരെ സക്സസ് കൊടുത്ത്, അതുകൊണ്ട് അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ അതിൻ്റെ ഇനി 16 എന്തോ നമ്മൾ വായിക്കുന്ന നോക്കിയാൽ ഇവരുടെ പണി കഴിഞ്ഞെന്ന് കേട്ടപ്പോഴത്തേക്ക് എനിമീസിന് അവരങ്ങ് ഭയപ്പെട്ടു. ഇത്ര നാളും അവർ ഭയപ്പെടുത്തുമായിരുന്നു. ഇനി അവർ ഭയപ്പെട്ടു പോയി, അവരുടെ സെൽഫ് കൺട്രോൾ ലൂസ് ചെയ്തു കഴിഞ്ഞു. അവർക്ക് മനസ്സിലായി ദിസ് വർക്ക് ഹാസ് ബീൻ ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവർ ഗോഡ്. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തി. ശത്രുക്കൾ അല്ലെ നമ്മുടെ ചിലപ്പോൾ മിത്രങ്ങൾ ശത്രുക്കളായിട്ടാവും, അല്ലെ ബന്ധുക്കാർ ശത്രുക്കളായിട്ടൊക്കെ പെരുമാറുന്ന സമയങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്. അന്നേരം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുമ്പോൾ അവർക്കറിയാം ഇത് ദൈവം ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നത്. പിന്നെ ഈ 52 ഡേയ്സും കൊണ്ട് എങ്ങനെ പണി തീർന്നു? കാരണം 4 മാസം നെഹമ്യ പ്രാർത്ഥിച്ചു. നെഹമ്യ 1:1 നമ്മൾ കണ്ടതാണ്. പിന്നെ 17-19 നമ്മൾ കാണുമ്പോൾ അവിടെ നെഹമ്യയ്ക്ക് കുറേ ഇൻഫോർമെൻറ്റ്സ് ഉണ്ടായിരുന്നു. കുറേ ആളുകൾ അല്ലെ ഗോസിപ്പേഴ്സ് എന്ന് പറയാം, ഓരോ കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ, ഇവിടുത്തെ കാര്യങ്ങൾ അവിടെയും ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത്. അങ്ങനത്തെ ആളുകളെ ഒത്തിരി സൂക്ഷിക്കണം. അത് ഇവർക്ക് ഭയങ്കര നോബിൾസ് ആയിരിക്കും, ഭയങ്കര ഹൈ പൊളിറ്റിക്കൽ റിലേഷനൊക്കെ ഉള്ളവരായിരിക്കും, വലിയ ആളുകളായിരിക്കും. പക്ഷേ നമുക്ക് മനസ്സിലായി നമ്മുടെ എനിമീസ് ആരാ, നമ്മുടെ ഫ്രണ്ട്സ് ആരാന്ന് നമുക്ക് അത് അറിയണം. അതുകൊണ്ട് ഇവിടെ നെഹമ്യയുടെ റെസ്പോൺസ് നമ്മൾ എപ്പോഴും കാണുന്നത്. ഏത് നെഹമ്യയുടെ റെസ്പോൺസ്, ഇവരൊക്കെ ഓരോ പ്രാവശ്യവും ഇവരെ വീഴ്ത്താൻ നോക്കിയപ്പോഴും നെഹമ്യയുടെ റെസ്പോൺസ് ഇതായിരുന്നു, സ്പിരിറ്റ് ഓഫ് ഡിസേൺമെൻറ്റ് ഉള്ളത് കൊണ്ടായിരുന്നു. കാരണം 1 സാമുവൽ 16-17 പറയുന്നുണ്ട്, ഈ സ്പിരിറ്റ് ഓഫ് ഡിസേൺമെൻറ്റ് പറഞ്ഞാൽ എന്തുവാ? ദി അബിലിറ്റി ടു ജഡ്ജ് നോട്ട് ബൈ ഔട്ട്വേർഡ് അപ്പിയറൻസ് ബട്ട് അക്കോർഡിംഗ് ടു ഗോഡ്സ് വ്യൂ.
കാരണം ശൗലിനെ അവിടെ രാജാവായിട്ടാക്കാൻ പോകുമ്പോൾ ശമൂവേലിലൊക്കെ പറയുന്നുണ്ട്, ദാവീദിനെ ശൗൽ കഴിഞ്ഞിട്ട് ദാവീദിനെയൊക്കെ രാജാവാക്കാൻ പോകുമ്പം പറയുന്നുണ്ട്, അത് ദൈവം പുറമേ ഉള്ളതല്ല അകമേ ഉള്ളതാണ് ദൈവം നോക്കുന്നത്. അന്നേരം ദൈവത്തിൻ്റെ അകമേ ഉള്ള അറിയണമെങ്കിൽ നമുക്ക് ആ സ്പിരിറ്റ് ഓഫ് ഡിസേൺമെൻറ്റ് വേണം. അത് ഈ ഹൗവയ്ക്ക് ഇല്ലാതെ പോയി. ഹൗവ അതുകൊണ്ട് ആ പാപം ചെയ്തു. ആ പാപം ഇന്നും ലോകത്തിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി അത്യാവശ്യമാണ് സ്പിരിറ്റ് ഓഫ് ഡിസേൺമെൻറ്റ്. സെക്കൻഡ്, ഭയം, ഫിയർ ഓർ ഫെയ്ത്ത്. ഇതിൻ്റെ ചാപ്റ്റർ 6 9, 13, 14, 19 എല്ലാത്തിലും ഉണ്ട് ഭയം, ഭയപ്പെടുത്തുക. ഭയം വരുമ്പോൾ നമുക്ക് വിശ്വാസം വർദ്ധിക്കണം. കൂടുതൽ ഭയം, കൂടുതൽ വിശ്വാസം, എന്നാലേ നമുക്ക് ഭയത്തെ നേരിടാൻ പറ്റത്തുള്ളൂ. നെഹമ്യ ഒരു ഫിയർലെസ്, ഒരു ഭയമില്ലാതെ 4:14, കാരണം മറ്റേ ആളുകളെ ഭയത്തിൽ നിന്ന് മാറ്റുന്ന ഒരാളാണെങ്കിൽ 4:14 നെഹമ്യ പറയുന്നുണ്ട്, ഡോണ്ട് ബി അഫ്രെയ്ഡ് ഓഫ് ദം, റിമെമ്പർ ദ ലോർഡ് ഹു ഈസ് ഗ്രേറ്റ് ആൻഡ് ഓസം ആൻഡ് ഫൈറ്റ് വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത് എന്ന് അവിടെ പറയുന്നത്. അതേ മനുഷ്യരോട് പറയുന്ന പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെ തന്നെ നെഹമ്യ അവിടെ അത് കാര്യമാക്കുകയും ചെയ്തു, അതുപോലെ തന്നെ നടത്തി. അതുകൊണ്ട് ഇതുകൊണ്ട് നമുക്ക് ഈ കൺക്ലൂഷൻ ചാപ്റ്റർ 6 എന്തുവാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ ദൈവസന്നിധിയിൽ റൈറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ, നമ്മുടെ കോൺഷ്യൻസ് ക്ലിയർ ആണെങ്കിൽ, നമുക്കൊരു ഗോഡ്ലി ഫിയർ, ദൈവഭയം ഉണ്ടെങ്കിൽ, നമുക്ക് ശത്രുവിൻ്റെ ഒരു പ്ലാനും ഒരു സ്കീംസും ഒരു പദ്ധതിയിലും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. നമ്മൾ കറക്റ്റ് ആണെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. പിന്നെ സാത്താൻ നമുക്കറിയാം ഒരു ടെംപ്റ്റർ, പരീക്ഷന, കള്ളത്തിൻ്റെ ഹീസ് എ ഫാദർ ഓഫ് ലൈസ്. പിന്നെ സാത്താൻ്റെ പ്രവൃത്തി എല്ലാം നശിപ്പിക്കാൻ മാത്രമാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന എപ്പോഴും നമ്മുടെ മനസ്സിൽ എന്തോ നമ്മൾ റിമെമ്പർ ചെയ്യേണ്ടത്, വി ആർ ദ ചൈൽഡ് ഓഫ് ഗോഡ്, ഗോഡ് ഈസ് വിത്ത് us, he will keep us as the apple of eyes, he will give the angels as ministering spirits to each one of us. അല്ലയോ? പിന്നെ ഡോണ്ട് ബി സ്കെയർഡ് ഓഫ് പീപ്പിൾ വെൻ ദേ ഫോൾസ്ലി അക്യൂസ് യു. ആളുകൾ നമ്മളെ അക്യൂസ് ചെയ്യും, കുറ്റം ചുമത്തും, ബ്ലാക്ക് മെയിൽ ചെയ്യും. പക്ഷേ ദൈവം നമ്മുടെ റെഫ്യൂജ്, നമ്മുടെ ഹോപ്പ്, നമ്മുടെ ട്രസ്റ്റ്, നമ്മുടെ സ്ട്രെങ്ത്. ദാവീദ് അതെല്ലാം സങ്കീർത്തനത്തിൽ കൂടെ മനസ്സിലാക്കിയുണ്ട്. ദാവീദിന് എത്ര ശത്രുക്കളാണ് ഉണ്ട്, പക്ഷേ ദാവീദിന് ഇതാണ് ഒരു ഉറപ്പുള്ളത്, കാരണം ദൈവം എപ്പോഴും കൂടെ ഉണ്ട്. പിന്നെ ഫോൾസ് പ്രോഫിറ്റ്സും ഫോൾസ് റെവലേഷൻ, അത് നമ്മൾ ഒത്തിരി നമ്മൾ സൂക്ഷിക്കേണ്ട കാലമാണ്. അത് വചനപ്രകാരമാണോ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരും. പിന്നെ 6 and 9 നമ്മൾ കണ്ടപോലെ നമ്മുടെ ഒരു പ്രാർത്ഥനയായിരിക്കണം, ദൈവമേ ഞങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തണമേ, ദൈവമേ മിനിസ്ട്രി വർക്ക് ചെയ്യുന്നവരെ, മിഷണറിമാരുടെ, ചർച്ച് ലീഡേഴ്സിനെ, ഇവാഞ്ചലിസ്റ്റിനെ, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി പണി ചെയ്യുന്ന ഓരോരുത്തരുടെ കരത്തിനെ ബലപ്പെടുത്തണേ, ശത്രുവിൻ്റെ കയ്യിൽ അവർ അകപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. ആ ഒരു പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. പിന്നെ നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത്, നമുക്ക് ഫിയർ ആണോ ഫെയ്ത്ത് ആണോ, ഭയം വേണോ അതോ വിശ്വാസം വേണോ. കാരണം ഐസിയ 12:2 പറയുന്നുണ്ട്, ഷുവർലി ഗോഡ് ഇസ് മൈ സാൽവേഷൻ, ഐ വിൽ ട്രസ്റ്റ് ആൻഡ് നോട്ട് ബി അഫ്രേഡ്. ദൈവത്തിൽ നമ്മൾ ആശ്രയം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയത്തിൻ്റെ ആവശ്യമില്ല. നോട്ട് ബൈ മൈറ്റ്, നോട്ട് ബൈ പവർ, ബട്ട് ഇറ്റ്സ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. നമ്മുടെ ശക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, വെൻ ഗോഡ് ഇക്വിപ്സ് us with a task, he strengthens us till it is accomplished. ഫിലിപ്പിയൻസ് 1:6 നമുക്ക് ഒരു പണി ഏൽപ്പിച്ചവൻ അത് തീർന്നണം വരെ നമ്മുടെ കൂടെ ഉണ്ട്. അത് ഈ വാളിൻ്റെ പണിയൊക്കെ ചെയ്യാൻ നെഹമ്യ ദൈവമാണ് ഏൽപ്പിച്ചത്. അന്നേരം ദൈവം അത് 52 days അല്ല, ദൈവത്തിന് അത് തീർക്കുന്നതിനും വരെ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. തീർത്ത് കഴിഞ്ഞിട്ടും കൂടെ ഉണ്ടെന്ന് നമുക്ക് മുന്നോട്ട് അറിയാം. പിന്നെ 7:65 ഉരീം ആൻഡ് തുമീം ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ പഴയ നിയമത്തിൽ അവർ അങ്ങനെ അവർക്ക് ഓരോ ഒബ്ജക്ട്സ് ആയിരുന്നല്ലോ സിംബോൾസ് ആയിട്ട്. പക്ഷേ ഇപ്പം നമുക്കറിയാം അത് ലൈറ്റും പെർഫെക്ഷൻ ഓഫ് ഗോഡ്. ആ ലൈറ്റും പെർഫെക്ഷനും ആരാ? ഹോളി സ്പിരിറ്റ്. അത് ആ സ്പിരിറ്റ് ഓഫ് ഡിസേൺമെൻറ്റ്, എന്നാൽ റെവലേഷനും ട്രൂത്തും ആ ലൈറ്റും പെർഫെക്ഷനും എല്ലാം ഹോളി സ്പിരിറ്റ്. ആ ഹോളി സ്പിരിറ്റിന് നമ്മുടെ ഉള്ളിൽ തന്നുകൊണ്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമുക്ക് ആ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ മതി. പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ ദൈവം അതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുമെന്ന് അത് നമ്മൾക്ക് ഒരു ബോധ്യം നമുക്കിതിൽ കൂടെ ഉണ്ടായി. പിന്നെ പെർസിക്യൂഷൻ, ഓപ്പോസിഷൻ, ഇതൊക്കെ ഒരു ക്രിസ്ത്യൻ ജേർണിയിൽ അതൊക്കെ സംഭവിക്കേണ്ട. പക്ഷേ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം, ദ ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. ഈ പ്രയാസങ്ങൾ, കഷ്ടത എല്ലാം വരും, പക്ഷേ ക്രൂശ് വഹിക്കാതെ ഇതൊന്നും നമുക്ക് മുന്നോട്ട് ക്രിസ്ത്യൻ ലൈഫിൽ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നോ ക്രോസ് നോ ക്രൗൺ, അത് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എല്ലാത്തിലും മീതെ പ്രെയർ. ആ പ്രെയർ മാത്രമല്ല, പ്രെയർ ആൻഡ് ആക്ഷൻ, ഇത് രണ്ടും ഒന്നിച്ച് നടക്കണം. പ്രെയർ ഉണ്ടെങ്കിൽ അത് ആക്ഷനും ചെയ്യണം.
ചെയ്യണം. ജസ്റ്റ് നമ്മൾ പറയുമല്ല, പ്രാർത്ഥിക്കുന്ന പോലെ നമ്മൾ പ്രവർത്തിക്കാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ ചാപ്റ്റർ 6 കൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ, ആരെല്ലാം കമ്മെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് പരിശോധിക്കണം, അത് ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടെ ആണോ. എല്ലാവരെയും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ച പണി അത് തീർക്കുന്നിടം വരെ ദൈവത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി, ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം, ലോർഡ് സ്ട്രെങ്തൻ മൈ ഹാൻഡ്സ്. നമ്മൾ വീക്കായി പോകുന്ന നിമിഷങ്ങളുണ്ട്, അന്നേരം നമ്മൾ ഭയപ്പെടാതെ ഈ പ്രാർത്ഥന ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ പണി കാണുമ്പോൾ മറ്റുള്ളവർ അവർ ഭയപ്പെടും. കാരണം അവർക്ക് മനസ്സിലാകും ഇവരുടെ കൂടെ ഇത് ദൈവമുള്ളൊരു ജനമാണെന്ന് മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നത്. ഗോഡ് ബ്ലെസ് ഓൾ.